കരുനാഗപ്പള്ളി നഗരം ഒന്ന് കടന്നു കിട്ടാൻ മണിക്കൂറുകൾ വേണം. വാഹനങ്ങളിലോ കാൽനടയായോ ടൗണിലേക്ക് എത്തുന്ന ഏതൊരാളും രൂക്ഷമായ ഗതാഗത കുരുക്കിൽ വലയുകയാണ്. ദിവസങ്ങളായി നഗരത്തിൽ നിലനിൽക്കുന്ന ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. ടൗണിലെ ഹൈസ്കൂൾ ജംഗ്ഷനിൽ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡ് ക്രോസ് ചെയ്ത് നിർമ്മിക്കുന്ന പ്രധാന ഓടയുടെ നിർമ്മാണം പൂർത്തീകരിക്കാത്തതാണ് പ്രശ്നം ഇത്രയേറെ രൂക്ഷമാക്കിയതിന്റെ പ്രധാന കാരണം. നാലു ഭാഗത്തു നിന്നും റോഡുകൾ വന്നു ചേരുന്ന പ്രധാന ജംഗ്ഷനാണ് ഹൈസ്കൂൾ ജംഗ്ഷൻ. ആലംകടവ് റോഡും റെയിൽവേ സ്റ്റേഷൻ റോഡും വന്നു ചേരുന്ന ഇവിടെ ദേശീയപാതയിലെ ഇരുഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കൂടി എത്തുന്നതോടെ രൂക്ഷമായ ഗതാഗത കുരുക്കിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഹൈസ്കൂൾ ജംഗ്ഷനിൽ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ഓട നിർമ്മാണം തുടങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു. ഇതുവരെ ഇതിന്റെ പകുതി ഭാഗം മാത്രമാണ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൂട്ടത്തോടെ ഈ ഭാഗത്തേക്കെത്തുന്ന വാഹനങ്ങൾ ഏറെ നേരം ഇവിടെ കുരുങ്ങിക്കിടക്കുന്ന സ്ഥിതിയാണുള്ളത്. പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഹൈസ്കൂൾ ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട 3 ഹൈസ്കൂളുകളിൽ നിന്നും 10,000-ഓളം കുട്ടികൾ രാവിലെയും വൈകിട്ടും കൂട്ടത്തോടെ റോഡിലേക്ക് എത്തുന്ന സ്ഥിതിയുണ്ടാകും. ഇതോടെ ഗതാഗത പ്രശ്നം അതിരൂക്ഷമാകാനാണ് സാധ്യത. ഹൈസ്കൂൾ ജംഗ്ഷൻ മുതൽ പുള്ളിമാൻ ജംഗ്ഷൻ വരെ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള ഫ്ലൈ ഓവർ നിർമ്മാണം നടന്നുവരികയാണ്. ഇതിന്റെ ഭാഗമായി ഇരുഭാഗത്തുമുള്ള ഇടുങ്ങിയ സർവീസ് റോഡ് വഴിയാണ് ഇപ്പോൾ ഗതാഗതം കടത്തിവിടുന്നത്. റോഡുകൾക്ക് ഇരുഭാഗത്തും അനധികൃതമായ പാർക്കിംഗ് കൂടി വരുന്നതോടെ കഷ്ടിച്ച് ഒരു വാഹനത്തിന് മാത്രം കടന്നുപോകാൻ കഴിയുന്ന സ്ഥിതിയാണുള്ളത്. KSRTC സ്വകാര്യ ബസ്സുകൾ നിർത്തി യാത്രക്കാരെ കയറ്റുന്നതിന് പ്രത്യേക ബസ് വേകളും നിലവിലില്ല. അതിനാൽ തന്നെ റോഡിന്റെ മധ്യഭാഗത്ത് ബസ്സുകൾ നിർത്തി യാത്രക്കാരെ കയറ്റുന്നത് മൂലം ഗതാഗതം തടസ്സപ്പെടുന്നുണ്ട്. സ്കൂളുകൾ തുറക്കുന്നതിന് മുൻപ് ടൗണിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കുന്നതിന് നഗരസഭയോ ബന്ധപ്പെട്ട മറ്റ് അധികൃതരോ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടില്ല. ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി കൂടി ആവശ്യമായ ക്രമീകരണങ്ങൾ മുൻകാലങ്ങളിൽ ഏർപ്പെടുത്താറുണ്ടായിരുന്നു. ഇക്കാര്യങ്ങളും ഇത്തവണ ഉണ്ടായില്ല. ഇതോടെ നഗരത്തിലെ വിവിധ വിദ്യാലയങ്ങളിലും സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പഠിക്കുന്ന ആയിരക്കണക്കിന് കുട്ടികൾ കൂടി നഗരത്തിലേക്ക് എത്തുന്നതോടെ നഗരം ഗതാഗത പ്രശ്നത്താൽ വീർപ്പുമുട്ടും. അടിയന്തരമായി പോലീസും മോട്ടോർ വാഹന വകുപ്പും മറ്റ് അധികൃതരും ഇടപെട്ട് പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.